الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ 5 നെടുന്തൂണുകളിൽ മൂന്നാമത്തതായ സക്കാത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. അതിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ട് സക്കാത്ത് നൽകാത്തവരെ അള്ളാഹു ശിക്ഷിക്കുന്നു, സാമ്പത്തിക രംഗത്ത് അള്ളാഹു സമൂഹം എങ്ങനെ ആയിരിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അവൻ നമ്മെ അറിയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം ചർച്ച ചെയ്തത്. സക്കാത്ത് എന്ന പദത്തിന് വളർച്ച, വിശുദ്ധി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആ പദത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ തന്നെ സക്കാത്ത് കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോൾ വ്യക്തിക്ക് മാനസികമായും സാമ്പത്തികമായും ഉള്ള വളർച്ചയും വിശുദ്ധിയും ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. സക്കാത്ത് കൊടുക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുമ്പോ ശൈത്താൻ മനസ്സിൽ വന്നിട്ട് കൊടുത്താൽ നിങ്ങളുള്ളത് തീർന്നു പോകുമെന്ന് പേടിപ്പിക്കുമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ഞാൻ കൊടുത്താൽ എൻ്റെ അടുത്ത് ഇല്ലാതായി പോവോ, തീർന്നു പോവോ എന്ന് പേടി. അശ്ശൈത്വാനു യഇദുക്കുമുൽ ഫഖർ, ശൈത്താൻ നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് താക്കീത് പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു. വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ, മോശപ്പെട്ട കാര്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ അവൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ വല്ലാഹു യഇദുക്കും മഗ്ഫിറത്തൻ മിൻഹു വഫള, അല്ലാഹു അവന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും ഔദാര്യവുമാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പൊ ശൈത്താന് സക്കാത്ത് കൊടുക്കണം, അതിന്റെ കണക്കനുസരിച്ച് കൊടുക്കണം, അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് എന്നൊക്കെ പറയുമ്പോ ശൈത്താൻ വന്നിട്ട് എൻ്റെ അടുത്തുള്ളത്, എൻ്റെ അതിന് മാത്രം എന്താ ഉള്ളത്, കൊടുത്താൽ അങ്ങനെ കൊടുക്കാൻ മാത്രം കൊടുത്താൽ എൻ്റെ ആവശ്യങ്ങൾക്ക് പിന്നെ തികയാതെ വരുമോ, അല്ലെങ്കിൽ പൈസ ഇല്ലാതെ ആയി പോവോ എന്ന് പേടിപ്പിക്കുമെന്ന് അള്ളാഹ് പറയാണ്. അത് അള്ളാന്റെ അടുക്കല് നിങ്ങൾക്ക് 2 ലോകത്തും വളർച്ചയാണ്, വിശുദ്ധിയാണ് എന്ന്. ഖുർആൻ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ വളർച്ച ദുനിയാവിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആഖിറത്തിൽ എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്.
ദുനിയാവില് അള്ളാഹ് പറയാ വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. വമാ ആതൈതും മിൻ റിബ, നിങ്ങൾ നൽകുന്ന പലിശ, ലിയർബു ഫീ അംവാലിന്നാസ്, സമ്പത്തിന് വളർച്ച ഉണ്ടാവാൻ വേണ്ടി നൽകുന്ന പലിശ, ഫലാ യർബു ഇൻദല്ലാഹ്, അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരുകയില്ല. വമാ ആതൈതും മിൻ സക്കാത്തിൻ, നിങ്ങൾ നൽകുന്ന സക്കാത്ത് ആവട്ടെ, തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന സക്കാത്ത്, ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവരെ ഇരട്ടിപ്പിക്കുന്നവരാകുന്നു. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഭൗതിക ലോകത്ത് എങ്ങനെയാണ് ഇരട്ടിപ്പ് എന്ന് മനസ്സിലാകും. ആഖിറത്തെ, പരലോകത്തെ അനുസരിച്ച് ഓരോരുത്തന്റെയും ആത്മാർത്ഥതക്കനുസരിച്ച് 10ഉം 70ഉം 700ഉം അതിലധികവുമായി കൊണ്ട് ഇരട്ടിയായി നൽകുമെന്ന് അള്ളാഹു വ്യക്തമായി ഖുർആനിൽ പറഞ്ഞതാണ്. ദുനിയാവിലെ ഇരട്ടിക്കുന്നുണ്ട് സക്കാത്ത് കൊടുത്താൽ. ദുനിയാവില് സാമ്പത്തികമായ തകർച്ച ഉണ്ടാകും പലിശ സംവിധാനം വരുമ്പോ. എങ്ങനെയാ പലിശ? ഈ ജീവിക്കാൻ ഗതിയൊന്നും ഇല്ലാത്തവരാണ് കടം വാങ്ങുക. ഒന്നുകിൽ വീടിന്റെ പണിക്ക് വേണ്ടി, അല്ലെങ്കിൽ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു കുടുങ്ങിയ ഘട്ടത്തില് കയ്യിലൊന്നും ഇല്ലാത്തവനാണല്ലോ കടം വാങ്ങുക. ഈ കടം വാങ്ങുന്നവൻ സമ്പത്തുള്ളവന്റെ അടുത്താ കടം വാങ്ങുക. ഇവന് വരുമാനം കുറവായതുകൊണ്ടാണ്. അപ്പൊ ഒരു മാസത്തിൽ ഇത്ര സംഖ്യ കൂടുതൽ തരണം, 1000-ന് 1100 തരണം എന്നുള്ള നിലക്കൊക്കെ പലിശ കടം വാങ്ങുമ്പോ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന സാധു ഇവന്റെ മുതലാളിയുടെ മുതലും പലിശയും പലിശമേൽ പലിശയും അങ്ങനെ കൊടുത്ത് പണം മുഴുവൻ മുതലാളിയുടെ അടുക്ക് കുന്നുകൂടുകയും, എന്നാൽ ദരിദ്രൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്യും. പലിശ സംവിധാനം കൊണ്ടുള്ളൊരു തകരാറ് അതാണ്. ദരിദ്രൻ കൂടുതൽ കഷ്ടപ്പെടുന്നവനാവുക ചെയ്യുക. കാരണം അവൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവൻ ഈ കടവും പലിശയും കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അവൻ ദാരിദ്ര്യത്തിന്റെ കുഴിയിലേക്ക് പോകും. എന്നാൽ സക്കാത്ത് ആവട്ടെ, കയ്യിൽ പൈസ ഉള്ളവൻ പാവങ്ങൾക്കൊക്കെ കൊടുക്കുകയാണ്. പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുമ്പോ, പാവങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോ അവരവരുടെ ഭക്ഷണ ആവശ്യങ്ങളും മറ്റാവശ്യങ്ങളും നിർവഹിക്കും. അപ്പോ പാവങ്ങൾക്ക് മുഴുവൻ കൈ പൈസ കിട്ടുമ്പോ അങ്ങാടിയിലെ പച്ചക്കറി പീടികയിലും മറ്റ് പലചരക്ക് കടയിലും ഒക്കെ ചെലവുണ്ടാവും. കാരണം ഇവരെ കൈ പൈസ ഉണ്ട്, ഇവര് സാധനങ്ങൾ വാങ്ങല്ലോ. അങ്ങനെ പലചരക്ക് കടക്കാർക്കും പച്ചക്കറി കടക്കാർക്കൊക്കെ സാധനം ചെലവുണ്ടാകുമ്പോ ആ ചെലവ്, ആ സാധനങ്ങൾ എവിടുന്നാ വരുന്നത്? അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആളുകളുടെ അടുത്ത് വരികയാണ്. അപ്പം ഉൽപാദനം വർദ്ധിക്കേണ്ടി വരും. ഉൽപ്പാദിപ്പിക്കുന്ന മുതലാളിക്ക്, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന മുതലാളിക്ക് ലാഭം കിട്ടും. ഇങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു ചംക്രമണം ഉണ്ടാവും. പാവങ്ങൾ പണം ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്നു, ചെറുകിട കച്ചവടക്കാർ വൻകിട കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുന്നു, വൻകിട കച്ചവടക്കാർ ഉൽപാദകരിൽ നിന്ന് വാങ്ങുന്നു. ഉൽപാദകർ എന്ന് പറയുന്നത് അത്യാവശ്യം സാമ്പത്തിക ശേഷിയും മറ്റുമൊക്കെ ഉള്ള ആളുകളായിരിക്കും. അതിങ്ങനെ അപ്പൊ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകും. സക്കാത്ത് കൊടുക്കുമ്പോ പാവങ്ങളുടെ കയ്യിൽ പൈസ എത്തുമ്പോ അതിങ്ങനെ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ചെറുകിടക്കാരിൽ നിന്ന് വൻകിടക്കാരിലേക്ക്, അവരിൽ നിന്ന് ഉൽപാദകരിലേക്ക്, വീണ്ടും ഈ ഉൽപാദകന് കിട്ടുന്ന ലാഭം വീണ്ടും സാധുക്കൾക്ക് വിഹിതമായി സക്കാത്തായി കൊടുക്കുന്നു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാ സക്കാത്ത് വളർച്ച ഉണ്ടാക്കും ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ. ദുനിയാവിലെ വളർച്ച ആ നിലക്കുള്ള വളർച്ചയാണ്. ആഖിറത്തിലെ വളർച്ച റബ്ബ് നൽകുന്നതാണ്, അവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് നൽകുന്നതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്. പിന്നെ സക്കാത്ത് യംഹഖുല്ലാഹു അരിബ, പലിശയെ അള്ളാഹു മായ്ച്ചു കളയുമ്പോ യുർബി സ്വദഖാത്ത്, സദഖകളെ അള്ളാഹു വളർത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സദഖ കൊടുക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയാണ് ചെയ്യുക. എന്നാൽ പലിശ കൊണ്ട് സമൂഹം സാമ്പത്തികമായി തകരുകയാണ്. മുതലാളി വലിയ മുതലാളിയാവുകയും ദരിദ്രൻ കുത്തുവാള എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് സാമ്പത്തികമായ വളർച്ച എന്ന പദത്തിന്റെ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുനിയാവിലും ആഖിറത്തിലും വളർച്ച ഉണ്ടാകുമെന്നത്. രണ്ടാമത് പറഞ്ഞത് വിശുദ്ധി എന്നാണ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്, വഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ ധനത്തിൽ ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ദരിദ്രന്മാർക്കും ഒരു നിശ്ചിത വിഹിതമുണ്ട്, അവകാശമുണ്ട്. ഹക്കാണ്.
ചോദിച്ചു വരുന്നവർക്കും ദരിദ്രന്മാർക്കും അവരുടെ ധനത്തിൽ ഒരു അവകാശമുണ്ട് എന്ന്. അപ്പൊ ഖുർആൻ പറഞ്ഞതാണ്, നമ്മൾക്ക് കയ്യിലുള്ള ധനത്തിന്റെ ഒരു നിശ്ചിത ചെറിയ വിഹിതം സാധുവിന്റെ അവകാശമാണ്. ആ അവകാശം വകവെച്ച് കൊടുക്കാൻ ചില ആളുകളുടെ മനസ്സനുവദിക്കില്ല. ആരുടെ? മനസ്സിൽ പിശുക്കുള്ള ആളുകൾ. ആ മനസ്സ് പിശുക്കുള്ള ആളുകൾക്ക് ഈ സാധുവിന്റെ അവകാശം വകവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുക്കുന്നത് പോലെയുള്ള പ്രയാസം ഉണ്ടാവും. എന്നാ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവനോ, മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അവനാണ് വിജയി. അപ്പൊ മാനസികമായ വിശുദ്ധി നേടിയെടുക്കാൻ പിശുക്കിൽ നിന്നും മറ്റ് ദുർബല വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന ശുദ്ധ മനസ്സിന്റെ ഉടമയായി തീരും സക്കാത്ത് കൊടുത്ത് ശീലിക്കുന്നവൻ. മാത്രമല്ല അവന്റെ സമ്പത്തിലും വിശുദ്ധി ഉണ്ടാകും. മാനസിക വിശുദ്ധി മാത്രമല്ല, സമ്പത്തിൽ വിശുദ്ധി ഉണ്ടാകും. അതെന്താണ് സാമ്പത്തിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ? നമുക്ക് കയ്യിൽ ധനം ഉണ്ടായി കഴിയുമ്പോ അതിന്റെ ഒരു നിശ്ചിത ചെറിയൊരു വിഹിതം, ഇപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ 97 രൂപയും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാ. 2.5 രൂപ മാത്രമേ സാധുവിന്റെ അവകാശമായിട്ടുള്ളൂ. അവ ചെറിയൊരു വിഹിതം അത് ദരിദ്രന്റെ ഹക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ആ ദരിദ്രന്റെ ഹക്ക് അത് അവന് വകവെച്ച് കൊടുക്കാതെ നമ്മൾ ഉപയോഗിക്കുമ്പോ അത് ഹറാമായിട്ടാണ് മാറുക, ഹറാം തിന്നലായിട്ടാണ് മാറുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. ആ മനുഷ്യൻ ജടപിടിച്ച മുടിയാണ്, പാറിപ്പറന്ന ജടപിടിച്ച മുടിയാണ്, പൊടിപുരണ്ട ശരീരമാണ്. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. റസൂൽ പറയാ അന്നാ യുസ്തജാബു ലഹു, അവനെങ്ങനെ ഉത്തരം കിട്ടാനാണ്? മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. മൽബസുഹു ഹറാം, അവൻ ഹറാമാണ് കുടിക്കുന്നത്, ധരിക്കുന്നത്. മശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാമാണ്. അപ്പൊ ഈ ഹറാമ് കലർന്ന ധനം അള്ളാഹു സാധുക്കളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ സക്കാത്ത് വകവെച്ച് കൊടുക്കാത്തവൻ ആ ഹറാമ് തിന്നുമ്പോ അവന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാനീയത്തിലും ഒക്കെ ഹറാമ് കലരുകയും അങ്ങനെ ഹറാമ് തിന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരുകയും ചെയ്യും. അതാണ് ധനം വിശുദ്ധി ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ മാനസികമായ വിശുദ്ധി ഉണ്ടാവും, സാമ്പത്തികമായ വിശുദ്ധി ഉണ്ടാവും സക്കാത്ത് കൊടുക്കുമ്പോ. അതുപോലെ തന്നെ വളർച്ചയും ഉണ്ടാകും സക്കാത്ത് കൊടുക്കുമ്പോ. ഭൗതിക ലോകത്തും വളർച്ച ഉണ്ടാവും, ആഖിറത്തിലും വളർച്ച ഉണ്ടാവും. ഇതാണ് സക്കാത്തിന് വിശുദ്ധി വളർച്ച എന്ന അർത്ഥത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ പദം പ്രയോഗിക്കുകയും അതിന്റെ വളർച്ചയും വിശുദ്ധിയും ഏത് നിലക്കാണ് എന്ന് നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്യുന്നുണ്ട്. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സക്കാത്ത് എങ്ങനെയായിരിക്കണം സമൂഹത്തിന്റെ സാമ്പത്തിക സംവിധാനം എന്നും സമ്പത്തിനോട് നമ്മളെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നും നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നിശ്ചിത വീതം സാധുവിന്റെ അവകാശമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൽ മനസ്സിലാക്കാനുള്ളത് എന്തിനൊക്കെ സക്കാത്ത് കൊടുക്കണം, എത്ര അളവിൽ സക്കാത്ത് കൊടുക്കണം എന്ന് അതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തുള്ളൂ, നമ്മുടെ ഖുത്ബയുടെ പരിമിതമായ സമയത്തുള്ളൂ നമ്മൾ വിശദീകരിക്കാൻ. ഇപ്പൊ സക്കാത്ത് എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ നമുക്ക് നമ്മുടെ വരുമാന മാർഗം, പല നിലക്കുള്ള വരുമാന മാർഗം ഉണ്ടാകാം. അത് ശമ്പളമായിട്ട് വരുമാനമുള്ളവരുണ്ടാവും, കൂലിയായിട്ടുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഉണ്ടാവും. ഇങ്ങനെ പല നിലക്ക് കിട്ടുന്ന വരുമാനം. ആ വരുമാനത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന്റെയും അടിസ്ഥാനപരമായ ചെലവ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതൊക്കെ മിതമായ നിലക്ക് ഒരു സമൂഹത്തിന്റെ മാന്യമായ നിലക്കുള്ള ചെലവില്ലേ, ആ നിലക്കുള്ള മാന്യമായ ചെലവ് കഴിച്ചിട്ട് ബാക്കി വരുന്ന പണത്തിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഖുർആൻ പറയാ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. ഖുലിൽ അഫ്വ, മിച്ചമുള്ളത്, അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മിച്ചമുള്ള പണം അത് നിസാബ് എത്തുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നിസാബ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധിക്കാണ് നിസാബ് എന്ന് പറയാ. 100 റുപ്യ എല്ലാം കൊടുത്തോളന്നില്ല, സക്കാത്തിന് ഒരു നിസാബ് ഉണ്ട്. ആ നിസാബ് എന്താന്ന് ചോദിച്ചാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൈസ ഫീമാ ദൂന 5 അവാഖിൻ സദഖ, 5 ഊഖിയയിൽ താഴെ ഉള്ളതിന് സക്കാത്ത് ഇല്ല. 5 ഊഖിയ, ഒരാളുടെ കയ്യിൽ 5 ഊഖിയയിൽ താഴെ ഉള്ളൂ എങ്കിൽ സക്കാത്ത് ഇല്ല. അപ്പൊ ഒരു ഊഖിയ എന്ന് പറഞ്ഞാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 40 ദിർഹമിനാണ് ഒരു ഊഖിയ എന്ന് പറയാ. അപ്പൊ 5 40 200 ദിർഹം. 200 ദിർഹം
ദിർഹത്തിന്റെ പണം കയ്യിലവൻ. 200 ദിർഹം എന്ന് പറഞ്ഞാല് ശരിക്കും അന്ന് ദിർഹം തൂക്കി കണക്കാക്കുക, അതിന്റെ വാല്യൂ കണക്കാക്കുന്നത് തൂക്കത്തിനനുസരിച്ചാണ്. അപ്പൊ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 2.95 ഗ്രാം ആണ്. അപ്പൊ ഒരു ദിർഹം 2.55 ഗ്രാം ആകുമ്പോ 200 ദിർഹം എന്ന് പറഞ്ഞാൽ 590 ഗ്രാം വെള്ളി ഉണ്ടാവും. 590 ഗ്രാം വെള്ളിയുടെ പണം കൈവശമുള്ളവൻ സക്കാത്ത് കൊടുക്കണം എന്നതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അത് സ്വർണത്തിലേക്ക് വരുമ്പോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഫീ അഖല്ലിൻ മിൻ 20 മിസ്കാലൻ മിൻ ദഹബിൻ സദഖ. 20 മിസ്കാലിൽ താഴെയുള്ളതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 20 മിസ്കാലിൽ താഴെയുള്ളത് കൊടുക്കേണ്ടതില്ല. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാം ആണ്. അപ്പം 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ 20 കൊണ്ട് ഗുണിച്ചാൽ 85 ഗ്രാം കിട്ടും. 4.25 ആണ് ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ 20 മിസ്കാൽ എന്ന് പറയുമ്പോൾ അതിന് 20 കൊണ്ട് 4.25 20 കൊണ്ട് ഗുണിച്ചാൽ 85 ഗ്രാം കിട്ടും. അപ്പൊ 85 ഗ്രാം എന്ന് പറയുമ്പോൾ 10.5 പവൻ. 10.5 പവന് കൂടുതൽ പണം. ഇതിൽ വലിയൊരു പരീക്ഷണം ഉണ്ട് നമ്മെ സംബന്ധിച്ചിടത്തെ കാലഘട്ടത്തില്. കാരണം എന്താ ചോദിച്ചാൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് 590 ഗ്രാം വെള്ളിക്കും അതുപോലെ തന്നെ 85 ഗ്രാം സ്വർണത്തിനും ഒരേ വാല്യൂ ആയിരുന്നു, ഒരേ മൂല്യമായിരുന്നു. ഇന്ന് അത് ആനയും അന്നക്കൊട്ടം തമ്മിലുള്ള മാറ്റമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 590 ഗ്രാം വെള്ളിക്ക് ഒരു 50,000 രൂപ മതിയെങ്കിൽ 10.5 പവൻ സ്വർണത്തിന് ഏതാണ്ട് 10.5 ലക്ഷം, ചുരുങ്ങിയത് 10.5 ലക്ഷം തന്നെ വേണം ഇന്നത്തെ. അപ്പൊ ഇതൊരു വലിയ പരീക്ഷണമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് രണ്ടിനും ഒരേ മൂല്യമായിരുന്നു. മാത്രമല്ല മിക്കവാറും വസ്തുക്കൾക്കൊക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിസ്ഥാനമായ നിസാബായിട്ട് പരിഗണിച്ചിരുന്നത് വെള്ളിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനും നമ്മുടെ മാനസികമായ വിശുദ്ധിക്കും ഒക്കെ ഏറ്റവും നല്ലത് വെള്ളിയെ പരിഗണിക്കലാണ്. റസൂലിന്റെ കാലത്ത് വെള്ളിയാണ് പരിഗണിച്ചിരുന്നത്. വെള്ളിയും സ്വർണവും ഇപ്പറഞ്ഞ രണ്ടും ഒരേ ഈ പറഞ്ഞ തൂക്കത്തിന് 85 ഗ്രാമും 590 ഗ്രാം വെള്ളിയും ഇത് രണ്ടിനും ഒരേ വാല്യൂ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ സക്കാത്ത് പരിഗണിക്കുമ്പോൾ വെള്ളിയുടെ നിസാബായിട്ട് പരിഗണിച്ചിട്ട് 590 ഗ്രാം വെള്ളിയുടെ പണം അതിലധികം സക്കാത്ത് കൈവശമുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണം എന്നാണ് നമുക്ക് മനസ്സിലാവുക. അല്ലാഹു അഅലം. അപ്പൊ ഏതായിരുന്നാലും സാമ്പത്തികമായിട്ട് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അത്രയും പണം 590 ഗ്രാം വെള്ളിയുടെ പണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ 2.5% മുഴുവൻ സ്വത്തിന്റെയും 2.5% നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി അതിൽ പിന്നെ ഈ ആഭരണത്തിന്റെ സക്കാത്ത്, ഈ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന ഒരു അഭിപ്രായം സമൂഹത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലൊക്കെ അങ്ങനെയാണ് അഭിപ്രായം, ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല. കാരണം അത് ഈ വളർച്ചയില്ലാത്ത ധനത്തിന് സക്കാത്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അപ്പൊ നമ്മളെ വീടിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, പറമ്പിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പറമ്പിൽ ഉണ്ടാവുന്ന ഉൽപ്പന്നത്തിന് മാത്രം സക്കാത്ത് കൊടുത്താൽ ഈ പറമ്പിന് സക്കാത്തില്ല, വീടിന് സക്കാത്തില്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് സക്കാത്തില്ല, വളർച്ചയുള്ള ധനത്തിന് സക്കാത്തുള്ളൂ. ആ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഈ സൂക്ഷ്മതക്കും ഏറ്റവും നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഈ 85 ഗ്രാം സ്വർണത്തിന്റെ നിസാബായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ആ നിസാബിൽ അധികം ഉണ്ടെങ്കിൽ ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കൽ തന്നെയാണ് ഏറ്റവും സൂക്ഷ്മതയായിട്ടുള്ളത്. കാരണം എന്താ ചോദിച്ചാൽ, ഒന്ന് ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഈ കയ്യിലുള്ള പണം മുഴുവൻ ധനമാക്കി വെക്കുമ്പോൾ അത് കൻസായിട്ടാ വരിക, നിധിയായിട്ടാ വരിക. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിധിയാക്കി വെക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാത്ത ആളുകൾ, അവർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ആ ശിക്ഷ എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായി വിശദീകരിച്ചു. അപ്പൊ അള്ളാഹു അങ്ങനെ പറയുന്നുണ്ട് ഖുറാനിൽ. അപ്പൊ ധരിക്കുന്ന ആഭരണം ധരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള പണം മുഴുവൻ ആഭരണ രൂപത്തിലാക്കി വെക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് കെൻസായിട്ട് വരികയാണ് ചെയ്യുക. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്, 10.5 പവനിൽ താഴെയാക്കുക ധരിക്കുന്ന ആഭരണം. അത് ഒരാളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിലല്ല, ഒരാളുടെ കയ്യിൽ തന്നെ 10.5 പവനിൽ അധികം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പം ഭാര്യ ഉണ്ടാവും, പെൺകുട്ടികൾ ഉണ്ടാവും, അതിൽ ഓരോരുത്തരുടെ കയ്യിലും 10.5 പവനിൽ അധികം ഉണ്ടെങ്കിൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. എല്ലാവരുടെയും കൂട്ടിയിട്ടല്ല പറയുന്നത്. ഒരാളുടെ ഉടമസ്ഥാവകാശത്തിൽ 10.5 അധികം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കലാണ് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാലത്ത് അവർ പറഞ്ഞു, കുന്തു അൽബസു ഔലാഹ മിൻ ദഹബിൻ, ഞാനൊരു
ഞാനൊരു കട്ടിയുള്ള വള ധരിച്ചിരുന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ് അകൻസുൻ ഹുവ, ഖുർആൻ പറഞ്ഞ ഈ കൻസിൽ ഇത് പെടുമോ എന്ന് ഞാൻ റസൂൽ തിരുമേനിയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, മാ ബലഗ അൻ തുഅദ്ദിയ സകാതഹു, സകാത്തിന്റെ പരിധി, നൽകേണ്ടുന്ന പരിധി എത്തിയിട്ട് ഫസുക്കിയ, അതിന് സക്കാത്ത് നൽകിയാൽ ഫലൈസ ബികൻസിൻ, അത് നിധിയല്ല എന്ന്. അപ്പം ധരിക്കുന്ന ആഭരണത്തിനും സക്കാത്ത് ഉണ്ട് എന്ന കാഴ്ചപ്പാടിനാണ്, അഭിപ്രായത്തിനാണ് ഏറ്റവും പ്രബലമായതും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലതും. അതാണ് അല്ലാഹു അഅലം. അപ്പൊ സക്കാത്ത് പിന്നെ എന്തിന്, നമ്മുടെ സമ്പത്തിന് എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്നും ആഭരണം എങ്ങനെ സക്കാത്ത് കൊടുക്കണമെന്നും ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ വിശദീകരിച്ചു. ഇത് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് പിന്നെ വിശാലമായ ക്ലാസ്സിലൊക്കെ അത് ചർച്ച ചെയ്യാവുന്നതാണ്. ഖുത്ബയിൽ പറയുമ്പോൾ ഇത്രയൊക്കെ ഈ നിലക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമില് വഹുവല്ലദി അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ, പന്തലിൽ പടരുന്ന തോട്ടങ്ങൾ ഉണ്ടാക്കിയവൻ അവനാണ്. ഗൈറ മഅറൂശാത്തിൻ, പന്തലിൽ വളരാത്തവയും. അപ്പൊ പന്തലിൽ വളരുന്ന മുന്തിരി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പന്തലിൽ പടരുന്ന ചെടികൾ. ഗൈറു മഅറൂശാത്തിൻ, അങ്ങനെ പന്തലിൽ വളരാത്ത ചെടികൾ, പയറ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ പയറല്ല, മറ്റേ വെണ്ട പോലുള്ള സാധനങ്ങളൊക്കെ, അപ്പൊ പച്ചക്കറി ഇനങ്ങളൊക്കെ. വന്നഹ്ല, ഈത്തപ്പന, വസ്സറ, മറ്റ് കൃഷികൾ, മുഖ്തലിഫൻ ഉക്കുലു, വ്യത്യസ്തമായ ഭക്ഷണങ്ങളില്ല. വസ്സൈത്തുൻ, അത്തി മരം, റുമ്മാൻ, മുത്തശാബിഹൻ, അത് സാദൃശ്യമുള്ളതും ഗൈറു മുത്തശാബിഹൻ, പരസ്പര സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതുമായ അത്തരത്തിലുള്ള വർഗ്ഗങ്ങൾ. കുലൂ മിൻ സമരിഹി, അതിന്റെ ഒക്കെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, ഇതാ അസ്മറ പാകമായി കഴിഞ്ഞാൽ. വആതു ഹഖഹു യൗമ ഹസാദിഹി, അതിന്റെ ഒക്കെ അവകാശം അത് കൊയ്തെടുക്കുന്ന ദിവസം നിങ്ങൾ വകവെച്ചു കൊടുക്കുക. വലാ തുസ്രിഫു, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്തടിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇതില് പന്തലിൽ വളരുന്ന അത്തരത്തിലുള്ള വള്ളിച്ചെടികളൊക്കെ വന്നു. പന്തലിൽ വളരാത്ത വെണ്ട പോലുള്ള ചെടികളും ഒക്കെ ഇതിൽ വന്നു. പിന്നെ നഹൽ, ഈത്തപ്പന എന്ന് പറയുമ്പോൾ തെങ്ങ്, ആ വർഗത്തിൽപ്പെട്ടതൊക്കെ, മരത്തിൽ കാണ്ടത്തിൽ വളരുന്ന മുഴുവൻ വന്നു. സറ എന്ന് പറയുമ്പോൾ നെല്ല് പോലെയുള്ള സാധനങ്ങളൊക്കെ, ഗോതമ്പ്, ബാർലി പോലെയുള്ള സാധനങ്ങളൊക്കെ അതിൽ വന്നു. ഇങ്ങനെ പരസ്പര സാദൃശ്യമുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ കാര്യം. അപ്പം ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും സക്കാത്ത് ഉണ്ട് എന്നാണ് ഈ ആയത്തിന് മനസ്സിലാകുക. അതൊക്കെ അത് കൊയ്തെടുക്കുന്ന ദിവസം, കൊയ്തെടുക്കുന്ന ദിവസമാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. മറ്റേതൊക്കെ ഒരു വർഷം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ കൊടുത്താൽ മതി. സ്വർണ്ണാഭരണമാണെങ്കിലും മറ്റു പണമാണെങ്കിലും ഒക്കെ ഏതാണ്ട് ഒരു വർഷത്തോളം തികയുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. ഇത് കൊയ്തെടുക്കുമ്പോഴാണ് കൊടുക്കേണ്ടത് എന്നാണ്. അതിൽ തന്നെ അതിന്റെ നിസാബ് ലൈസ ബീമ ദൂന ഖംസത്തി ഔസുഖിൻ സദഖ, 5 വസ്കിൽ താഴെയുള്ളതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 5 വസ്ക് എന്ന് പറഞ്ഞാൽ, ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 60 സാ ആണ്. 60 സാ, ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. നമ്മളെ കൈ ഇങ്ങനെ ഇങ്ങനെ വാരിയാൽ 4 വാരിയാൽ കിട്ടുന്നതാണ് ഒരു സാ. അങ്ങനത്തെ 60 സാ എന്ന് പറയുമ്പോൾ 60 സാ താഴെയുള്ളതിന് 5 വസ്ക്, ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 60 സാ, 5 വസ്കിൽ താഴെയുള്ളതിന് സക്കാത്ത് കൊടുക്കുക. അപ്പൊ 60 6×5 30, 300, പിന്നെ 300 വസ്കാണ് വരിക. 5. അപ്പൊ ലൈസ ഫീമാ ദൂന ഖംസത്തി ഔസുഖിൻ സദഖ, 5 വസ്കിൽ താഴെയുള്ളതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 60 സാ. അപ്പൊ 5 വസ്ക് എന്ന് പറയുമ്പോൾ 6×5 30, 300 സാ. ഒരു സാ ഏതാണ്ട് 2 കിലോ ഉണ്ടാവും. നമ്മൾ സാധാരണ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ടല്ലോ, 4 മുദ്ദ്. അപ്പൊ 300 സാ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6 കിൻഡൽ വരും. അപ്പൊ 6 കിൻഡൽ വെയിറ്റുള്ള കൃഷി ഉൽപ്പന്നം നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ, അത് തേങ്ങയാവട്ടെ, നെല്ലാവട്ടെ, മറ്റു വസ്തുക്കളാവട്ടെ, അത് തന്നെ. പിന്നെ നമ്മള് ഈ കുരുമുളക്, അതുപോലെ തന്നെ ഏലം പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരത്തിന്റെ തോതിനനുസരിച്ചുള്ള വിലക്കുള്ളത് ഉണ്ടായാൽ മതി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരം ഉണ്ടല്ലോ നമ്മളെ, അവർക്ക് നെല്ല്, ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ, അതിന്റെ വിലക്കുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ, ഇത്തരം ധാന്യ വിളകൾക്ക് ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പം ഈ 6 കിൻഡൽ താഴെയുള്ളതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ്. അതൊരു വർഷത്തിലുള്ള ഉൽപാദനം കേട്ടോ പറയുന്നത്. ഒരു വർഷത്തിൽ 6 കിൻഡൽ താഴെ ഉള്ളതിന് ആണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇത് തന്നെ ഈ നിസാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് എന്തിനാന്ന് ചോദിച്ചാല്, അത് സാധുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം ഇപ്പൊ 100 രൂപ കയ്യിലുള്ളവനും കൊടുക്കണം, 2-3 തെങ്ങുള്ളവനും കൊടുക്കണം എന്ന് പറയുമ്പോ അത് പാവങ്ങൾക്ക് പ്രയാസാവും.
നേരെ മറിച്ച് ഒരു സമ്പന്നനായ ഒരാള്, അയാൾക്ക് ഒരു 10-15 തെങ്ങേ ഉള്ളൂ. അയാളുടെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞിട്ട് അയാൾക്ക് സക്കാത്ത് കൊടുക്കണം തോന്നുകയാണെങ്കിൽ കൊടുക്കാം. അവിടെ നിസാബിന്റെ പരിധി എത്തിയിട്ടില്ലെങ്കിൽ കൊടുക്കാം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് ശേഖരിക്കുമ്പോ ഈ നിസാബിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയും ഇല്ല അൻ യശാ റബ്ബുഹ, അതിന്റെ ഉടമസ്ഥൻ ഉദ്ദേശിച്ചാലല്ലാതെ എന്ന്. അപ്പം നിസാബ് നോക്കാതെ, നിസാബ് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാതെ, വർഷം തികയലൊന്നും നോക്കാതെ തന്നെ സക്കാത്ത് കൊടുത്തിരുന്ന സഹാബികൾ പലരും ഉണ്ടായിരുന്നു. അപ്പൊ നിസാബ് എന്നൊന്നും നിശ്ചയിച്ചത് പാവങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം എത്ര കുറഞ്ഞ പണം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഈ നിസാബ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ. എന്നാൽ സമ്പന്നനായ ആൾക്ക് അയാളുടെ കയ്യിലെ കാർഷിക ഉൽപ്പന്നം നിസാബ് തേഞ്ഞിട്ടില്ലെങ്കിലും അയാൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ കൊടുക്കാം. ഫമൻ തത്തവ്വ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു, സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും നന്മ ചെയ്യുന്നെങ്കിൽ അത് അവന് ഗുണകരമാണെന്ന് ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നിസാബ് വെച്ചിട്ടുള്ളത് പാവങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാകും. അപ്പം വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശദമായിട്ട് പഠിക്കാൻ പറ്റിയ രൂപത്തിലല്ല. അപ്പൊ എന്തൊക്കെ വസ്തുക്കൾക്ക് സക്കാത്ത് കൊടുക്കണം എന്നും പിന്നെ അത് എത്ര ആണ് അതിന്റെ നിസ്വാബ് എന്നുമാണ് നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹു ദീനിനെ നന്നായി പഠിച്ച് മനസ്സിലാക്കി ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഖുതുബയുടെ പരിമിതമായ സമയമായതുകൊണ്ടും ഖുതുബ ഒരു ഇന്ററാക്ഷൻ ശൈലിയിലാവാൻ ഒരിക്കലും പാടില്ല എന്നതുകൊണ്ടും നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതെല്ലാം എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിൽ ആയിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അതല്ലാത്ത അവസരത്തിൽ ഈ വിഷയം വിശദമായി പറയാവുന്നതാണ്. പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മളൊക്കെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോയിക്കൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പക്വതയോടുകൂടി വിവേകത്തോടുകൂടി ആയിരിക്കണം പുതിയൊരു വർഷത്തെ സമീപിക്കുന്നത്. കാരണം നമ്മൾക്കാർക്കും നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് കൊഴിഞ്ഞു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് നമ്മളെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടൂല നമ്മളെ അള്ളാഹു കണക്കാക്കിയ ആയുസ്സിൽ നിന്ന്. ഒരു വർഷം നമ്മൾക്ക് കഴിഞ്ഞു പോയി നമ്മളെ ആയുസ്സിലെ ജീവിതത്തിലെ. അതുകൊണ്ട് തന്നെ വളരെ പക്വതയോടുകൂടി ബുദ്ധിപൂർവകമായിരിക്കണം പുതിയ ഒരു വർഷത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ കാല ജീവിതത്തിൽ അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്തരം അബദ്ധങ്ങളും വീഴ്ചകളും ഒക്കെ തിരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എൻ്റെ അന്ത്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോ വർഷത്തെയും സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി കൂടുതൽ കുടിച്ചു കൂത്താടിക്കൊണ്ട് പുതിയ വർഷത്തെ സ്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നവനല്ല ഒരു വിശ്വാസി. എനിക്ക് അള്ളാഹു കണക്കാക്കിയ ഒരു ആയുസ്സിൽ നിന്നൊരു വർഷം കൊഴിഞ്ഞുപോയി, ഇനി അതൊരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ വല്ല അബദ്ധവും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിക്കൊണ്ട് കൂടുതൽ നന്നായിക്കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ അടുത്ത വർഷത്തെ സ്വീകരിക്കട്ടെ എന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്താണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക്ക ഖബ്ല ഹറമിക്ക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ നന്നായി ഉപയോഗപ്പെടുത്തണം. ഖബ്ല സഖമിക്ക, നീ പ്രായാധിക്യം കൊണ്ട് രോഗിയായി പ്രയാസപ്പെടുന്ന ആ ഒരു ഘട്ടം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ കാലഘട്ടം നീ നന്നായി ഉപയോഗപ്പെടുത്തണം.
നിനക്ക് ദാരിദ്ര്യം പിടികൂടുന്നതിന് മുമ്പേ നിനക്ക് ഐശ്വര്യമുള്ള അവസ്ഥകൾ നീ നന്നായി ഉപയോഗപ്പെടുത്തണം. ജോലിയിൽ വ്യാപൃതമാകുന്നതിന് മുമ്പേ നിന്റെ ഒഴിവുള്ള സമയം നീ പരമാവധി നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം. നിന്റെ മരണം വരുന്നതിന് മുമ്പേ നിന്റെ ജീവിതകാലം നീ നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമയവും അനാവശ്യമായി അതല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത രൂപത്തിൽ നശിപ്പിക്കാൻ നമ്മെ അള്ളാഹു അനുവദിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്, മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന ബോധം നമുക്ക് ഉണ്ടാവുക. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. നിങ്ങൾക്ക് ഒരു കാലഘട്ടവും പുതുതായി വരുന്നില്ല, അത് കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ മോശമായ കാലഘട്ടമല്ലാതെ. കാലം കഴിയുന്നതിനനുസരിച്ച് സമൂഹം മോശമായിക്കൊണ്ടിരിക്കുമെന്ന്. ഇന്നത്തെ സമൂഹം അങ്ങനെയാണല്ലോ. ആളുകൾക്ക് ധർമ്മചിന്തയില്ല, സുഖിക്കണമെന്ന ചിന്ത, അടിച്ചു പൊളിക്കണമെന്ന ചിന്ത, മതവിശ്വാസവും ധർമ്മചിന്തയും ഒക്കെ ആ അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിന് തടസ്സമാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല, ദീനീ പഠനം വേണ്ടതില്ല, മദ്രസ വേണ്ടതില്ല, താന്തോന്നികളായി തോന്നിയ പോലെ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം വളരെ വ്യാപകമായിട്ട് വരിക. റസൂലുള്ളാഹി ഇസ്ബിറു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ബിറു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക, നിങ്ങൾക്കൊരു കാലഘട്ടവും വരുന്നില്ല, കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കാൾ മോശമായ കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുക. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ. സമിഅ്തുഹു മിൻ നബിയിക്കും, അത് നമ്മുടെ നബിയായ പ്രവാചകരിൽ നിന്ന് ഞാൻ കേട്ടതാണ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെയധികം ശ്രദ്ധിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി സഹാബത്തിനോട് പറഞ്ഞു, അറഅയ്തക്കും ലൈലത്തക്കും ഹാദിഹി, ഈ ഒരു രാത്രിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന റഅസ മിഅത്തി സനത്തിൻ മിൻഹാ ലാ യബ്ഖാ മിമ്മൻ ഹുവ അലാ ലഹ്രിൽ അർളി അഹദൻ. ഇന്ന് മുതൽ ഒരു 100 വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഇന്നുള്ള ആരും ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലാത്തൊരു, നമ്മളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. ഞാൻ ഇപ്പൊ പറയാണ്, നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒരു 100 വർഷം കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇവിടെ നിൽക്കാൻ മറ്റൊരാളായിരിക്കും, ഇവിടെ ഇരിക്കാൻ മറ്റുള്ളവരായിരിക്കും, ഞാനും നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെയാണ്. മനുഷ്യന്റെ അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യന്മാര് മാറി വന്നതാണല്ലോ ഈ ഭൂമിയിൽ. അതുകൊണ്ട് കുറഞ്ഞ കാലം നമുക്ക് അള്ളാഹു നൽകിയ ആയുസ്, ആ ആയുസ്സിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരു പുതുവർഷ ആഘോഷത്തിൽ നമ്മുടെ അടുക്കൽ ഇല്ലാതിരിക്കുക. കൂടുതൽ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്താനുണ്ട്. നമ്മളെ കുട്ടികളുടെ, മദ്രസയിലെ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികമായ പുരോഗതി, അതുപോലെ തന്നെ അവരുടെ കഴിവുകളൊക്കെ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മദ്രസയിലെ വിജ്ഞാനോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ജില്ലാതല മത്സരം ഈ 31-ാം തീയതി പൂനൂർ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് സാമ്പത്തികമായ ചെലവുകളുണ്ട്. അതിൽ ഒരു കലക്ഷൻ നമ്മൾ ജുമാക്ക് ശേഷം നിൽക്കും. നിങ്ങളെല്ലാവരും അതുമായി പരമാവധി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളൊരു പൊറുക്കണ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബെ. ഞങ്ങൾ ഏവരെയും നിന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവർ ബർസഖി ജീവിതത്തിലാണ് നാഥ. അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളിൽ നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബെ. അള്ളാഹുവെ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. 2 ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണ റഹ്മാനെ. 2 ലോകത്തും ജീവിത വിജയം നൽകണ റബ്ബെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.
ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم.